അതിഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ മാതൃരാജ്യത്തിന്റെ 70ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. വിദേശീയരുടെ ഭരണത്തിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പുലരി ദർശിച്ച ആ സുദിനം, ആ ദിനം നാം ഇന്ന് ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തോടുള്ള കൂറും അഭിമാനവും നാം ഉയർത്തിപ്പിടിക്കുന്നു. സിന്ധു നദീ തീരത്ത് രൂപം കൊണ്ട നമ്മുടെ സംസ്കാരത്തിന് 1000 ആണ്ടുകളുടെ പഴക്കമുണ്ട്. പിറന്നു വീണ മണ്ണിൽ അവകാശങ്ങളും അധികാരങ്ങളും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ സ്വപ്നമായിരുന്നു സ്വാതന്ത്ര്യം. ബ്രിട്ടീഷുകാരനെ തോക്കിന് മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്ന ആയിരക്കണക്കിന് രക്തസാക്ഷികൾ മാതൃഭൂമിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചവരാണ്. ഇന്ത്യയുടെ പിന്നിട്ട നാളുകൾ പോരാട്ടത്തിന്റെ കണ്ണിൽ വിരിച്ച വഴികളിലൂടെ നടന്നു നീങ്ങിയ മഹാന്മാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞതാണ്. നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ഒരുപാട് ദേശാഭിമാനികളെ ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് ലഭിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 70 ആണ്ട് തികയുമ്പോൾ രാജ്യത്തിന്റെ സമ്പത്തിലും വിഭവത്തിലും അധികാരത്തിലും പങ്കാളിയാകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലാത്ത ജനത ഈ രാജ്യത്തുണ്ടെന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. തലചായ്ക്കാൻ ഒരു പിടി മണ്ണില്ലാതെ, വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ, പകലന്തിയോളം പണി ചെയ്ത് കൂലി ചോദിക്കാൻ പോലും ധൈര്യമില്ലാത്ത കുറെ ജനങ്ങൾ 70 സ്വാതന്ത്ര്യ ദിനങ്ങളുടെ സംഭാവനയാണെന്ന് നോക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ ആഴവും പരപ്പും നാം വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ പുഴുത്ത് വലിച്ചെറിയുമ്പോൾ രാജ്യത്തെ ആകെ കുട്ടികളിൽ പകുതിയിലധികം പേരും പോഷകാഹാരമില്ലാതെ വളർച്ച മുരടിച്ചവരാണെന്ന സത്യം നമ്മെ ഞെട്ടിക്കുന്നു. ഒരു ഭാഗത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ മറുഭാഗത്ത് പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിക്കുന്നു. ജനസംഖ്യയിൽ 77% ജനങ്ങൾ അഥവാ 90 കോടി ജനങ്ങൾ പ്രതിദിനം 20 രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ്. രാജ്യത്തെ 80% സമ്പത്ത് 10% വരുന്ന കോടീശ്വരന്മാർ കൈവശം വെക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ചെറിയൊരു വിഭാഗത്തിന്റെ കയ്യിൽ കേന്ദ്രീകരിക്കുന്നത് തടഞ്ഞ് സമ്പത്തും വിഭവങ്ങളും എല്ലാവരുടെയും പുരോഗതിക്കായി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന വാക്കിന് പൂർണ്ണത കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയേണ്ട മധുരമല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന്റെ വാദ്യമേളങ്ങളെക്കാൾ നമ്മുടെ കാതുകളിൽ ഇന്ന് മുഴങ്ങുന്നത് ഇന്ത്യൻ തെരുവീതികളിൽ ചട്ടവാറടിയേറ്റ് പിടയുന്ന ദളിതരുടെ നിലവിളികളാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ തിളക്കം കെടുത്തുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഉയർത്തിയ ജനാധിപത്യ ഭാവനയുടെ അന്തസത്ത, എല്ലാവർക്കും തുല്യതയും നീതിയും പുലരുന്ന ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി ആൻഡ് ലിബർട്ടി എന്നീ മൂല്യങ്ങളാണ് അവസാനത്തെ മനുഷ്യന് ആദ്യ പരിഗണന ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യ പുലരിക്കായി നമുക്ക്